വെൽക്കം ഇന്ത്യയിലേക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് അന്നമ്മ കൂടെ ഉണ്ട് കേട്ടോ. നമ്മളിന്ന് കാണിക്കുന്ന AD സ്റ്റോണിൻ്റെ തന്നെ നെക്ലേസ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇത് ഫസ്റ്റ് വൺ വരുന്നത് കുറച്ച് തിന്നായിട്ടുള്ള ഒന്നുമല്ല, കുഞ്ഞിന് നിങ്ങൾക്ക് എല്ലാത്തിനും കൂടെ ഉപയോഗിക്കാം കേട്ടോ. ചുരിദാറിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പാറ്റേൺ. ഒരു ഗോൾഡിൻ്റെ തന്നെ ഇച്ചിരി ലൈറ്റും ഡാർക്കും ആയിട്ട്, സിൽവർ എന്ന് അങ്ങനെ പറയാൻ പറ്റുമോ. ഇറക്കിട്ട സ്റ്റോൺ വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. വൈറ്റ് ഗോൾഡിൻ്റെ ഒക്കെ ഏകദേശം പാറ്റേൺ, വൈറ്റ് ഗോൾഡും പിന്നെ ഗോൾഡിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. അതിന് ചെയിൻ പോലും നമുക്ക് സ്വർണ്ണത്തിൽ വരുന്ന പോലെ തന്നെ മിക്സ് ആയിട്ടോ. ഒരു വൈറ്റ് ഗോൾഡും ഉണ്ട്, ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് മാറി മാറി വരുന്നത് ചെയ്തേക്കുന്നത്. സിമ്പിൾ പാറ്റേൺ ആണ്. സ്റ്റോണിൻ്റെ വിലയാട്ടോ മെയിൻ ഈ ഒരു മോഡലിലൊക്കെ വരുന്നത്. ഇടുമ്പോൾ ഭയങ്കര ഭംഗിയുള്ള ഐറ്റമാണ്. ഇതിൻ്റെ തന്നെ ഒത്തിരി മോഡൽ വന്നിട്ടുള്ളതായിരുന്നു. നമുക്ക് ഒരു ഡബിൾ ലെയർ, സിംഗിൾ, അതിൻ്റെ തന്നെ വലിപ്പം കൂടിയ സ്റ്റോൺസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ ഇപ്പോൾ കാണിക്കുന്നത്. ഇനി വേറെ മോഡൽ വരുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഈ ഒരു മോഡൽ എല്ലാം തന്നെ 1000 എബോ റേഞ്ച് ആയിരിക്കും. കാരണം ആ സ്റ്റോണിൻ്റെ വില അത്രയുണ്ട്. നമുക്കൊരു ശരിക്കും ഡയമണ്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത്ര റേറ്റ് വരും കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്ന 1240 1240. അതിൻ്റെ സ്റ്റഡ് കാണിക്കാൻ മറന്നു വരുന്നത്. ഇതിൻ്റെ കൂടെ വരുന്ന സെയിം തന്നെ പാറ്റേൺ ചെയ്തിരിക്കുന്ന സ്റ്റഡാണ് കേട്ടോ. അപ്പോൾ അതും ചെറുതാണ്, ഒത്തിരി വലിപ്പമൊന്നുമില്ല, ചെറുതായിട്ട്. അങ്ങനെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു മോഡൽ എടുത്തോ. അപ്പോൾ റേറ്റ് ഒന്നും പറയാം, 1240. അപ്പോൾ നമ്മുടെ അടുത്ത ഡിസൈൻ ഇതാട്ടോ. അടുപ്പിച്ചാണ് കാണാവോ, ഒന്ന് കയ്യിൽ വെച്ച് കാണിക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് വലിയ ഫ്ലവർ പാറ്റേണിൻ്റെ ഡിസൈൻ കൊടുത്തേക്കുന്നത്. ഞാൻ അവിടെ കയ്യിൽ വെച്ച് കാണിക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ള ഐറ്റമാണ്. കുറച്ചുകൂടെ ഹെവി ഡിസൈനാണ് കേട്ടോ. ഒത്തിരിയല്ല, എന്നാലും അത്യാവശ്യം നമുക്കൊരു കുറച്ചൊന്ന് കാണാൻ പാകത്തിന് നല്ലൊരു നെക്ലേസ് പാറ്റേൺ ആണ്. അതായത് ഇതുപോലെയാണ്. ഇതിൻ്റെ ലീഫിൻ്റെ ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്നതല്ല, എല്ലായിടത്തും കണക്ട് ചെയ്ത് പോയേക്കുന്നുണ്ട്. കുറച്ചൊരു നമുക്കൊരു ഇടുമ്പോൾ തന്നെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് കിടക്കുന്ന ഒരു പാറ്റേൺ. അപ്പോൾ ഇതിൻ്റെ സ്റ്റഡ് വരുന്നതെന്ന് പറഞ്ഞാൽ അതിനോട് ചേരുന്ന രീതിയിൽ തന്നെയുള്ള സ്റ്റഡാണ് ഇതാട്ടോ. ഇതിന് ഒത്തിരി റേറ്റ് ഒന്നും പറയാനില്ല, ഏകദേശം ഒരു 1000 സംതിങ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ സ്റ്റഡിൻ്റെ എല്ലാം ബാക്ക് സൈഡ് ഇതുപോലെയാണ്, നോർമലി വരാറുള്ള പോലെ തന്നെ ഈ ഒരു രീതിയിലാണ് സ്റ്റഡിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇതിനും സ്വർണ്ണത്തിലും ഈ ഒരു പാറ്റേൺ തന്നെ വരാറുണ്ട് കേട്ടോ. ഇതിന് നമ്പർ ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1380 ആണ്, 1380. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഡിസൈൻ ഇതാട്ടോ. പൊക്കിക്കൊണ്ട് പോകുമെന്ന് തോന്നുന്നു. ഇതാട്ടോ, ഇത് ഇത്തിരി കൂടെ ഹെവി ഒരു പാറ്റേൺ ആണ്. നല്ല ഭംഗിയായിട്ടോ, കാരണം അതിൻ്റെ ഇത് സ്റ്റോൺ കൂടുതലുണ്ട്, പിന്നെ അത്രയും ആ ഒരു വീതിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് ശരിക്കും നിങ്ങൾക്കൊരു ഫംഗ്ഷനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ കല്യാണം പോലത്തെ അങ്ങനെ ഇതിനൊക്കെയാണെങ്കിലും ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു മെയിൻ സെയിൽ അതിൽ വരുന്നത് കല്യാണത്തിന് വേണ്ടി തന്നെയാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കാറ്. ഇതിൻ്റെ ചെയിൻ വരുന്നത് ഡബിൾ ഷെയ്ഡ് തന്നെയാണ്. ഇതും ശരിക്കും നല്ലൊരു സ്വർണ്ണത്തിൻ്റെ ഫിനിഷ് തന്നെയാണ് കേട്ടോ. ഇത് ഡബിൾ ഷെയ്ഡ് വൈറ്റും ഗോൾഡുടെ മിക്സ് ആയിട്ടാണ് ഇതിൻ്റെ ചെയിൻ വന്നിരിക്കുന്നത്. പിന്നെ ബാക്കി ബാക്ക് സൈഡിൽ നമുക്കൊരു ശകലം എക്സ്ട്രാ ആഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, ലെങ്ത് കൂട്ടിയിരുന്നതിൽ. ഒത്തിരി ലെങ്തി ആയിട്ടില്ല, നമുക്ക് കഴുത്തിന് വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് താത്തിയിടേണ്ടി വരുമല്ലോ. പിന്നെ അതിലും ലെങ്ത് കൂട്ടണമെങ്കിൽ എക്സ്ട്രാ ചെയിൻ അല്ലാതെ മേടിക്കാൻ കിട്ടേ. അപ്പോൾ ഇതിൻ്റെ സ്റ്റോൺസ് ഒന്ന് അടുപ്പിച്ച് കാണിക്കാം. ഇതും ഏകദേശം വൈറ്റ് ഗോൾഡും മിക്സ് ആയിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. ഇടയ്ക്കൂടെ എല്ലാ സ്റ്റോൺസ് ഉണ്ട് കേട്ടോ. ഇത് 2000 എബോ റേഞ്ച് വരുന്ന ഐറ്റമാണ്, അത്രയും ഹെവി ഡിസൈൻ ആയതുകൊണ്ടാണ് കേട്ടോ. ഇതിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. പിന്നെ റേറ്റ് വരുന്നത് 2000. കമ്മൽ കാണിച്ചില്ലേ, ഇതാണ് ഇതിൻ്റെ സ്റ്റഡ് വരുന്നത്. ഇത് ഭയങ്കര ഹാങ്ങിങ് ഒന്നും അല്ല കേട്ടോ, ചെറിയതായിട്ടൊരു ഹാങ്ങിങ് ഉണ്ടെന്നേ ഉള്ളൂ. അത്യാവശ്യം ആ ഒരു മാലയ്ക്ക് ചേരുന്ന രീതിയിൽ തന്നെ ചെറുതായിട്ടൊരു ഹാങ്ങിങ് പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ വരുന്നതിനകത്ത് പലർക്കും പല ഇഷ്ടങ്ങളാണ് കേട്ടോ. ചിലർ പറയും നല്ല ഹെവി ഇത് സ്റ്റഡ് വേണം, ചിലർക്ക് ഇങ്ങനെ ചെറുതായിട്ട് തന്നെ ഇരുന്നാൽ മതി, മാല വലുതായിട്ടും. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നോക്കുന്നവർക്ക് നല്ല പാറ്റേണാണ്. അപ്പോൾ റേറ്റ് കൊണ്ടാണെങ്കിലും ഭയങ്കര റേറ്റ് എന്ന് പറയാനില്ല കേട്ടോ. നമുക്ക് ഈ ഒരു മോഡലിലെല്ലാം നല്ല റേറ്റിൻ്റെ വരെ വരുന്നുണ്ട്, 5000 6000 റേഞ്ചിലൊക്കെ വരാറുണ്ട്. ഞാനിങ്ങനെ ഭയങ്കര ഒത്തിരി റേറ്റിൽ ഇപ്പം കാണിക്കുന്നില്ല, ഒരു ആവറേജ് പ്രൈസിൻ്റെ കുറച്ച് ഞാൻ കാണിച്ചു വിടാം. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് വേറെ മോഡൽ കൊണ്ടുവരാം കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 2350 ആണ്, 2350. നെക്സ്റ്റ് വരുന്നത് ഒരു സിൽവർ കളറിൽ കാണിക്കാമെന്ന് വെച്ചു കേട്ടോ. നോർമലി ഇങ്ങനത്തെ പാറ്റേണിൽ സിൽവറിനും അത്യാവശ്യം നല്ല മൂല്യമുണ്ട്. കാരണം വൈറ്റ് ഗൗൺ ഒക്കെ യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ പേളിൻ്റെ ഡിസൈനോ ഗോൾഡ് ഇല്ലാതെ വരുന്ന ആ ഒരു വൈറ്റ് തന്നെയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഒത്തിരി പേർക്ക് ഈ ഒരു സിൽവർ കൊണ്ട് ഒത്തിരി ഗുണമുണ്ട്. അതുകൊണ്ട് ഗോൾഡ് അല്ലാതെ ചോദിച്ചു വരുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. ഇതിൻ്റെ വരുന്നതാണെങ്കിലും ഇതുപോലെയാണ് സ്റ്റഡ് വരുന്നത്. ഇത് ഭയങ്കര എളുപ്പമാട്ടോ. ഇതിൻ്റെ ആ ഒരു AD സ്റ്റോണിൻ്റെ തിളക്കം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കുണ്ട്. നമ്മുടെ സാധാരണ വരുന്ന ആ ഒരു സ്റ്റോണിൽ ഇത്രയും തിളക്കം നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു AD സ്റ്റോണിൽ ഇത്രയും പിടുത്തം വരുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് കഴുത്ത് വെച്ച് കാണിക്കാം, പക്ഷേ ഇവളിങ്ങനെ കഴുത്ത് നെക്ക് ഒത്തിരി കയറിയതായതുകൊണ്ട് അതിൻ്റെ ഭംഗി ശരിക്കും കിട്ടത്തില്ല. ചുമ്മാ ഒന്ന് വെച്ച് കാണിക്കാം കേട്ടോ. ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പാറ്റേണാണ് കേട്ടോ. ചിരി വരുന്നുണ്ട്. അപ്പോൾ ഇത് സിൽവർ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മോഡലൊക്കെ ഒത്തിരി നാളത്തേന് കിടന്നോളൂ. അങ്ങനെ നമ്മൾ ഡെയിലി ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ, അത്യാവശ്യം ഒന്ന് ഒരു ഫംഗ്ഷനൊക്കെ ഉപയോഗിച്ച് നമ്മൾ എടുത്ത് വെക്കുമല്ലേ, ഒരു
ബോക്സിൽ വല്ലതും ഇട്ട് വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പാറ്റേൺ അത്യാവശ്യം നല്ല രീതിയിൽ മൂവ് ആവുന്നതാണ്. ഞാൻ പറഞ്ഞത് മെയിനായിട്ട് കല്യാണം പോലത്തെ ആവശ്യങ്ങൾക്കാണ് ഈ ഒരു പാറ്റേൺ കൊണ്ടുപോകാറുള്ളത്. സ്റ്റഡും അത്യാവശ്യം നല്ല ഹെവി ആട്ടോ, അത്യാവശ്യം ഹാങ്ങിങ് ഉള്ള സൈസ് പാറ്റേൺ ആണ്. ഇതിനും റേറ്റ് ഉണ്ട്. ആ ഒരു കുഞ്ഞു സ്റ്റോൺ ചുറ്റിനും നടുക്ക് അത്യാവശ്യം വലിയ സ്റ്റോണുമാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1980, ഓൾമോസ്റ്റ് 2000 റേഞ്ച് വരുന്ന ഐറ്റമാണ്. ഞാൻ നമ്പർ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ഡിസൈനാണ്. സിൽവറിന്റെ രണ്ടാമത്തെ ഡിസൈൻ ആട്ടോ. കഷ്ടപ്പെട്ട കേട്ടോ ഡയലോഗൊക്കെ പറയുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയായിക്കോളൂ കേട്ടോ. ആരണ്ടൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, കൊച്ചിന് പറയാനൊന്നും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ. അവളിങ്ങനെ ആദ്യം കുറച്ചുനാൾ കൂടി ആയതുകൊണ്ടാണ് കേട്ടോ. ഇതുപോലെയാണ് അടുത്ത ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ റേറ്റ് കുറവാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, താഴത്തെ സ്റ്റോൺ എഡി സ്റ്റോൺ തന്നെ, താഴെ ഫുൾ നല്ല സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. മേലോട്ട് വരുമ്പോൾ ആ സിൽവറിൻ്റെ അത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, മെറ്റൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റോണിന് കുറച്ച് റേറ്റ് കുറവ്. മെയിനായിട്ട് ഇതിനകത്ത് റേറ്റ് വരുന്നത് സ്റ്റോണിൻ്റെ വില തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഒന്ന് ഞാൻ അടുപ്പിച്ചു കാണിക്കും. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. ഇത് നല്ല അടിപൊളിയാട്ടോ. നമുക്ക് ഇട്ട ഒരു വെറൈറ്റി ലുക്ക് തന്നെ തോന്നിക്കും. ഇതിൻ്റെ സ്റ്റഡ് വരുന്നത് ഇതുപോലെ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഐറ്റമാണ്. ഇത് ഫുള്ളായിട്ട് സിൽവർ തന്നെയാണ് കേട്ടോ. സിൽവർ ഷെയ്ഡിൽ തന്നെയാണ് ഇതിൻ്റെ ചെയിനും എല്ലാം കൊടുത്തേക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാൻ എല്ലാത്തിനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 1160 രൂപ മാത്രമേ ഉള്ളൂ. 1160. നമ്മുടെ ലാസ്റ്റ് ഡിസൈൻ ഇതാട്ടോ. അതൊരു ലീഫിൻ്റെ പാറ്റേൺ ആണ്. ഇത് നല്ല രസമാണ് കാണാനായിട്ട്. ഇത് അത്യാവശ്യം നല്ല സ്റ്റോൺ ഉണ്ട് കേട്ടോ, പക്ഷെ വലിയ റേറ്റ് ഒന്നുമില്ല. ഇതുപോലെയാണ്. ഇവിടെ കൊണ്ട് കുറച്ചൊരു ഒറ്റ ഇതിലായിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെ കിടക്കുമ്പം നമ്മുടെ നെക്കിൽ കറക്റ്റായിട്ട് കിടന്നോളും. സൈഡിലോട്ട് വരുമ്പോഴത്തേനും ഗോൾഡൻ ഫിനിഷിലുള്ള 2 ലീഫിൻ്റെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഗോൾഡൻ ചെയിൻ തന്നെയാണ് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത്. ഇതുപോലെ വരും. ഇതിൻ്റെ സ്റ്റഡ് വരുന്നത് ഇതാണ്. ഇതിന് ഭയങ്കര ഹെവി ആയിട്ടുള്ള സ്റ്റഡല്ല, സിമ്പിളാട്ടോ. നമുക്ക് നോർമൽ സ്റ്റഡ് മാത്രമൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിലും പറ്റുന്ന രീതിയിലുള്ള സ്റ്റഡാണ്. ബാക്ക് സൈഡ് എല്ലാത്തിനും സെയിം തന്നെയാണ് കേട്ടോ. ഈ ഒരു രീതിയിലുള്ള ഇതാണ് എല്ലാത്തിനും യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതിനും ഞാൻ റേറ്റ് പറഞ്ഞുതരാം. ഇതിന് 1260 കേട്ടോ. അപ്പോൾ ഇത്രയും ഡിസൈൻസാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, അത്യാവശ്യം നമുക്ക് ആ ഒരു ലാസ്റ്റിങ് കിട്ടുന്ന ഐറ്റംസ് ആണ്. എല്ലാ സ്ഥലങ്ങളിലും അല്ല കേട്ടോ. ചൂട് കൂടുതലുള്ള സ്ഥലത്ത് കുറച്ച് വ്യത്യാസം കാണും. നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിട്ട് ബോക്സ് ഇട്ടെടുത്ത് വെച്ചാൽ മതി. നോർമൽ ബോക്സിലോ അല്ലെങ്കിൽ ഒരു ബോക്സ് ഇല്ലെങ്കിൽ ഒരു ടവല് പൊതിഞ്ഞങ്ങ് വെച്ചാൽ മതി. നമ്മൾ ആ ഒരു യൂസ് ചെയ്തിട്ട് എടുത്ത് വെക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കോട്ടൺ വെച്ചിട്ട് ഒന്ന് തുടച്ചിട്ട്, ഒത്തിരി വേർത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചിട്ടങ്ങ് എടുത്ത് വെച്ചാൽ മതി. വേർപ്പോട് കൂടിയൊക്കെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഇതിനൊക്കെ ഒരു കുറച്ച് മങ്ങലൊക്കെ പിന്നീട് വരുന്നത്. കുറച്ചൊന്ന് കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നാൾ തന്നെ നിൽക്കുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പുതിയ ഡിസൈൻസ് വരുന്നതനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ബൈ പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ആണ്. ബൈ.